പശ്ചിമബംഗാളിൽ വർഗീയ പരാമർശം ആവർത്തിച്ച് ബിജെപി നേതാവ് സുവേന്ദു അധികാരി താൻ നന്ദിഗ്രാമിൽ ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുമെന്നാണ് വിവാദമായ പരാമർശം. ബംഗാളിൽ കണ്ടത് സനാതന ധർമ്മത്തിനായുള്ള വിജയമെന്ന് സുവേന്ദു അധികാരി പറഞ്ഞു. ആ പ്രതികരണത്തെ और नंदीग्राम का हिंदू जनता फिर मुझे जिताया। वहाँ मुसलमान वोट पूरा के पूरा टीएमसी को मिला। ये लोग बहुत कट्टरवादी, इसलिए मेरा मार्क ठीक है। मैं नंदीग्राम का हिंदू के लिए काम करूंगा. ബംഗാളിൽ തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് തൃണമൂൽ കോൺഗ്രസിന്റെ ഓഫീസുകൾക്ക് നേരെ വ്യാപക ആക്രമണമുണ്ടായി. ബംഗാളിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ 9-ാം തീയതിയാണ്. മുഖ്യമന്ത്രി തീരുമാനിക്കുന്നതിന് മുന്നോടിയായുള്ള യോഗം അല്പസമയത്തിനകം സംസ്ഥാന സമിതി ഓഫീസിൽ ചേരും. വൈകിട്ട് 4 മണിക്ക് മമതാ ബാനർജി വാർത്താ സമ്മേളനം നടത്തും. ശ്രീനാഥ് ചന്ദ്രൻ ബംഗാളിൽ ചെയ്തു. ശ്രീനാഥ്, ആരായിരിക്കും അടുത്ത മുഖ്യമന്ത്രി എന്ന ചോദ്യം, അതോടൊപ്പം രീതിക്ക് ഇന്ന് എന്താണ് പറയാനുള്ളതെന്ന ഉദ്വേഗം നിറഞ്ഞ നിമിഷങ്ങൾ, അതോടൊപ്പം തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരു MLA ആയി കഴിഞ്ഞാൽ പിന്നെ വോട്ട് ചെയ്ത ജനങ്ങൾ ഒരൊറ്റ ജനതയായി കാണേണ്ട ആളുകളാണ്. വർഗീയ പരാമർശം, മതം തിരിച്ചുള്ള വിവാദ പരാമർശം, അതും മുഖ്യമന്ത്രി സ്ഥാനത്ത് കൽപ്പിക്കുന്ന സുവേന്ദു അധികാരി നിന്നുണ്ടാകുന്നു. എല്ലാ വാർത്തകളുടെയും വിശദാംശം. സുവേന്ദു അധികാരിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു പരാമർശത്തിൽ ഒരു അത്ഭുതവും തോന്നേണ്ടതില്ല. കാരണം ഈ തെരഞ്ഞെടുപ്പ് നടന്ന പ്രചാരണ കാലത്തിലും വോട്ടെടുപ്പ് നടന്ന ദിവസവും അതിനുശേഷവും ഒക്കെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതേ വാചകങ്ങൾ തന്നെയാണ്. അത് കുറച്ചുകൂടി ഷാർപ്പായി ഈ ബൈറ്റിൽ അദ്ദേഹം പറഞ്ഞു എന്നത് മാത്രമേ ഉള്ളൂ. വോട്ടെടുപ്പ് നടക്കുന്ന ദിവസം നന്ദിഗ്രാമിൽ നമ്മൾ അവിടെ ഉണ്ടായിരുന്നു. നന്ദിഗ്രാമിൽ നിന്ന് പോലും അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹിന്ദുക്കളൊക്കെ BJPക്ക് വോട്ട് ചെയ്യുന്നു എന്നതായിരുന്നു. ഹിന്ദുക്കളുടെ വോട്ടാണ് BJPക്ക് വരാൻ പോകുന്നത് എന്ന തരത്തിൽ അദ്ദേഹം പറഞ്ഞു. ഹിന്ദു വോട്ടുകൾ ഞങ്ങൾക്കൊപ്പം, മറ്റുള്ള വോട്ടുകൾ മറ്റു സമുദായക്കാരൊക്കെ ഞങ്ങൾക്കൊപ്പമല്ല എന്നുള്ള രീതിയിൽ, അവർക്കൊപ്പമല്ല ഞങ്ങളും എന്ന രീതിയിലായിരുന്നു അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. അത് കുറച്ചുകൂടി വ്യക്തമായി ഇന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു എന്നത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു പരാമർശം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൂടി പരിഗണിക്കുന്ന ഒരു നേതാവിൻ്റെ ഭാഗത്ത് നിന്ന് കേൾക്കേണ്ടി വരുന്നത് ദൗർഭാഗ്യകരം എന്ന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. ഏതായാലും അദ്ദേഹത്തോടൊപ്പം മറ്റു ചില പേരുകൾ കൂടി BJP പരിഗണിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് സംസ്ഥാന സമിതി, കൊൽക്കത്തയിലെ സംസ്ഥാന സമിതി ഓഫീസിലാണ്. ഇവിടേക്ക് ഇപ്പോൾ നേതാക്കൾ വന്നുകൊണ്ടിരിക്കുന്നു. സുവേന്ദു അധികാരി അല്പസമയം മുമ്പ് പുറപ്പെട്ടു. അദ്ദേഹവും ഇങ്ങോട്ട് എത്തും. അതിനുശേഷം യോഗം നടക്കുകയും ചെയ്യും. 9-ാം തീയതി, അതായത് രവീന്ദ്രനാഥ് ടാഗോറിന്റെ ജന്മദിനത്തിലായിരിക്കും സത്യപ്രതിജ്ഞ എന്ന കാര്യത്തിലും തീരുമാനമായിട്ടുണ്ട്. അതിൽ ആരാകും മുഖ്യമന്ത്രി എന്ന ചർച്ചയിൽ പറഞ്ഞു കേൾക്കുന്ന ആദ്യത്തെ പേര് സുവേന്ദു അധികാരി. പക്ഷേ അഴിമതിയുടെ കറ അദ്ദേഹത്തിന് മുകളിലുണ്ട്. അദ്ദേഹം നേരിട്ട് കൈക്കൂലി വാങ്ങുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ പണ്ട് പുറത്തു വന്ന ഓർമ്മകൾ ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടാവും. ദിലീപ് ഘോഷ് എന്ന നേതാവുണ്ട്, അഗ്രസീവായ ഒരു നേതാവാണ്. 2021 മുഖ്യപ്രതിപക്ഷമായി BJPയെ വളർത്തിക്കൊണ്ടുവന്നതിൽ പ്രധാനപ്പെട്ട ഘടകമായി മാറിയത് ദിലീപ് ഘോഷാണ്. ഒപ്പം രൂപ ഗാംഗുലി രാജ്യസഭാ MP ആയിരുന്നു. മഹാഭാരതം സീരിയലിൽ ദ്രൗപദിയെ വേഷമിട്ടൊക്കെ ബംഗാളികൾക്ക് വലിയ പരിചയമുള്ള നേതാവാണ്. അങ്ങനെ ഒരുപക്ഷെ 4-5 നേതാക്കളുടെയെങ്കിലും പട്ടിക ഈ BJP ദേശീയ നേതൃത്വത്തിൻ്റെ പരിഗണനയിലുണ്ട്. അതിലൊരുപക്ഷെ സ്ത്രീ പ്രാതിനിധ്യത്തിന് ഒരു മേൽക്കൈ ലഭിക്കുകയാണെങ്കിൽ ഒരു വനിതാ മുഖ്യമന്ത്രി, ഒരുപക്ഷെ വനിതാ സംവരണം അടക്കം ചർച്ചയാവുന്ന കാലത്ത് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം വലിയ സംഘർഷം സംസ്ഥാനത്ത് ഒട്ടാകെ നടക്കുന്നുണ്ട്. ഇന്നലെ രാത്രി തൃണമൂലിലെ പല ഓഫീസുകൾക്ക് നേരെ വലിയ ആക്രമണം നടന്നതിൻ്റെ ദൃശ്യങ്ങൾ കണ്ടു. മമതാ ബാനർജി ഇന്നലെ വോട്ടെടുപ്പ് നടന്ന നിമിഷങ്ങൾ അത്രയും ശോഭത്തോടെയാണ് നമ്മൾ കണ്ടത്. പിന്നീട് കണ്ട പ്രതികരണങ്ങളും അങ്ങനെയായിരുന്നു. ഇന്നിപ്പോൾ വൈകിട്ട് 4 മണിയോടെ ഒരു വാർത്താ സമ്മേളനം വസതിയിൽ വിളിച്ചിട്ടുണ്ട്. എന്താകും മമതയ്ക്ക് ഇനി പറയാനുള്ളത് എന്നത് അറിയേണ്ടിയിരിക്കുന്നു. ഏതായാലും നിയമ പോരാട്ടത്തിന്റെ വഴിയിലേക്ക് തൃണമൂൽ പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോഴും ഫലം അംഗീകരിക്കാൻ മമതാ ബാനർജി തയ്യാറായിട്ടില്ല. ഇത് അധാർമികമായ ഒരു വിജയം എന്നതാണ് മമത ഇന്നലെ വിലയിരുത്തിയത്, വിശേഷിപ്പിച്ചത്. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJP കമ്മീഷനായി മാറിയെന്നും തട്ടിപ്പിലൂടെയാണ് ഈ വിജയം ഉണ്ടാക്കിയത് എന്ന് അവർ പറയുകയും ചെയ്തു. ഇന്നലെ മമതയുടെ വോട്ടെണ്ണിയപ്പോൾ പോലും ആ തരത്തിൽ ചില നാടകങ്ങൾ നമ്മൾ കണ്ടു. ഇടയ്ക്ക് വെച്ച് പോളിംഗ് അല്പസമയത്തേക്ക് നിൽക്കുന്നതും മമതയെ അങ്ങോട്ടേക്ക് ഓടിക്കതച്ചെത്തുന്നതും പിന്നീട് അവരെ തടയുന്നതും സുവേന്ദു അധികാരി കൂടി എത്തുന്നതും പിന്നീട് 12-ാം റൗണ്ട് കഴിഞ്ഞതിന് ശേഷം വോട്ടിംഗ് പുനരാരംഭിച്ചതിന് ശേഷം പിന്നീട് മമത പതിയെ പുറകിലേക്ക് പോകുന്നതും 15,000-ത്തിലധികം വോട്ടുകൾക്ക് തോറ്റതുമൊക്കെ നമ്മൾ കണ്ടു. അതുകൊണ്ട് ഇതിലൊരു അട്ടിമറിയുണ്ട്, തട്ടിപ്പുണ്ട് എന്ന നിലപാടിൽ തന്നെയാണ് മമത. ഒരുപക്ഷെ അതിന്നിപ്പോൾ ആവർത്തിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. സുഹേൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.